എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പിസ്സയാണ്. ഇപ്പോൾ പിസ്സ ഹട്ടിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പിസ്സയാണ് സ്പൈസി ചിക്കൻ റാഞ്ച് പിസ്സ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയാണ്. അതിൻ്റെ ആ സോസും അതേപോലെ കുറച്ച് എരിവും എല്ലാം ആയിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സയാണ്. സാധാരണ പിസ്സയിലൊക്കെ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് ഈ പിസ്സയ്ക്ക്. അപ്പോൾ ആ പിസ്സയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിസ്സയുടെ മാവ് കുഴയ്ക്കുന്നതൊക്കെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ചാനലിലെ പ്ലേലിസ്റ്റിൽ പിസ്സയുടെ പ്ലേലിസ്റ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോ എല്ലാം കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ഇവിടെ ഇപ്പോൾ ഈ വീഡിയോയിൽ ഇത് കാണിക്കുന്നില്ല, ഇങ്ങനെ മാവ് കുഴയ്ക്കുന്നതും എന്നുള്ളത്. അപ്പോൾ അതിൽ ഞാൻ ആ പ്ലേലിസ്റ്റിൽ ചീസ് ഉള്ളിൽ സ്റ്റഫ് ചെയ്ത പിസ്സയുണ്ട്, അതേപോലെ തന്നെ ചിക്കൻ ടിക്ക പിസ്സയുണ്ട്. അപ്പോൾ ഇതിന് നമുക്കൊരു സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് സോർ ക്രീം വേണം. സോർ ക്രീം എല്ലാ കടകളിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നീട് മയോണൈസ് വേണം. മയോണൈസും ഒരു 2 ടേബിൾ സ്പൂൺ മയോണൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ റാഞ്ചിന് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മയോണൈസിലേക്ക് 2 ടേബിൾ സ്പൂൺ ആ സോർ ക്രീം ചേർത്തു. പിന്നീട് ഗാർലിക് പൗഡർ 1/4 ടീസ്പൂൺ, ഒണിയൻ പൗഡർ 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 1/4 ടീസ്പൂൺ നാരങ്ങനീരും കൂടെ ഞാൻ ചേർത്തു. ഇപ്പോൾ സോർ ക്രീമിൽ പുളിയുണ്ട്, പക്ഷെ എന്നാലും കുറച്ചും കൂടി ഒരു പുളിക്ക് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ചേർത്തു. പിന്നീട് വേണ്ടത് ഹോട്ട് സോസാണ്. ഹോട്ട് സോസ് 1 ടേബിൾ സ്പൂണാണ്. അത് നമുക്ക് എരിവിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂൺ ചേർക്കുക. എല്ലാവരും മിക്സ് ചെയ്തിട്ട് അത് എരിവിനനുസരിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ പിസ്സയ്ക്കുള്ള റാഞ്ച് സോസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പിസ്സ ഓൾറെഡി ഞാൻ പാനിൽ പരത്തി വെച്ചു. അത് പൊങ്ങിയിട്ടുണ്ട്. 1/2 മണിക്കൂർ കഴിയുമ്പോൾ പാനിലിരുന്ന് തന്നെ പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ എൻ്റെ പഴയ വീഡിയോസ് പോയി നോക്കിയാൽ അറിയാൻ പറ്റും. ഓവൻ 200 ഡിഗ്രിയിൽ ഞാൻ 20 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് പിസ്സയുടെ സോസ് ചേർക്കാം, റാഞ്ച് സോസ്. ആ റാഞ്ച് സോസിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഒന്ന് മാറ്റി വയ്ക്കണം. മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സോസ് മുഴുവനും നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യണം. കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഇട്ടു. നല്ലതുപോലെ സ്പ്രെഡ് ചെയ്യുക. എല്ലാ ഭാഗത്തും ഒരേപോലെ വരുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്യണം. വേണമെങ്കിൽ കുറച്ചും കൂടി റാഞ്ച് സോസ് ആ ടൊമാറ്റോ സോസിൻ്റെ മുകളിലേക്ക് ഇടാം. ഇനി നമുക്കിതിനുള്ള ടോപ്പിങ്സ് ഒക്കെ ഇടാം. അപ്പോൾ കുറച്ച് ക്യാപ്സിക്കും അതേപോലെ ടൊമാറ്റോയും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ കുറച്ച് ഒലീവ്സ് ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിതിലിടാൻ പോകുന്നത് സ്പെഷ്യലായിട്ടുള്ള റാഞ്ചിൻ്റെ ഈ പിസ്സയുടെ സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്, ആലപ്പീനോ ആണ്. നമുക്കത് മുളകാണ്. ആ മുളക് നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ അത് എന്തായാലും ഈ പിസ്സയിലിടണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ആ മുളക് കഴിക്കുമ്പോഴുള്ള പിസ്സയിൽ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ആ മുളക് ഇടാവുന്നതാണ്. നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ലൂസായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നീട് കുറച്ച് ചിക്കൻ ഉപ്പും കുരുമുളക് ഇട്ട് വേവിച്ച് വെച്ച ചിക്കനാണ്. കുറച്ച് ചിക്കൻ ഫ്രാങ്ക്സ്, അത് ഉപ്പും കുരുമുളകും ഇട്ട് എണ്ണയിലിട്ട് വറുത്തെടുത്തതാണ്. പിന്നെ മഷ്റൂം ഉണ്ടെങ്കിൽ മഷ്റൂം ഇടാം. പിസ്സയിൽ മഷ്റൂം ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞാനിവിടെ ഇടുന്നില്ല മഷ്റൂം. പിന്നീട് നമുക്ക് എത്ര വേണമെങ്കിലും ചീസ്, അത് ഓരോരുത്തർ ഇഷ്ടം പോലെ എത്ര വേണമെങ്കിലും ചീസ് ഇടാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചേദർ ആൻഡ് മൊസറല്ല രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ചീസാണ് ഇട്ടിരിക്കുന്നത്. പിന്നീട് അതിൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനോ ഒന്നും കൂടെ ഇടണം. നമുക്കത് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 20 മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാൻ വയ്ക്കുക. ചീസ് നല്ലതുപോലെ മെൽറ്റ് ആകുമ്പോൾ പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ പിസ്സ ഞാൻ ഓവനിൽ നിന്ന് പുറത്തെടുത്തു. ഇപ്പോൾ നമ്മൾ ചൂടോടുകൂടി തന്നെ നമ്മൾ മാറ്റി വെച്ച റാഞ്ച് സോസ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ടിട്ട് പൈപ്പിംഗ് ബാഗ് കൊണ്ട് ഒന്ന് പൈപ്പ് ചെയ്യണം സോസ്. ഇപ്പോൾ പൈപ്പിംഗ് ബാഗിലില്ലെങ്കിൽ സ്പൂണും കൊണ്ട് തന്നെ ആ സോസ് പിസ്സയുടെ മുകളിലേക്ക് നല്ലതുപോലെ ഇതേപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈനായിട്ട് വരയ്ക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയാണ്. നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. സാധാരണ പിസ്സ കഴിക്കണതിൻ്റെ ടേസ്റ്റ് അല്ല ഇതിന്. അതിൻ്റെ ആ റാഞ്ച് സോസും അതേപോലെ തന്നെ ആലപ്പീനോ ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട്. നല്ല എരിവും അതേ ആ ഡിഫറെൻറ്റ് ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല പിസ്സയാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക.
അതേപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക.